ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുമ്പോഴാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനേ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 2 മാസമായിട്ടോ എൻ്റെ മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ മുടിയിൽ ചെയ്ത കുറച്ച് കസറത്തിൻ്റെ ബാക്കിയായിട്ടാണ് എൻ്റെ ഹെയർ ഫാൾ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. ഞാനിതൊരു 2 ആഴ്ച കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനത്തിൽ ആ ഹെയർ ഫാൾ അങ്ങനെ കൊണ്ടു കിടന്നേ. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഹെയർ ഫാൾ അങ്ങ് നല്ല രീതിക്ക് കൂടിക്കിട്ടി. കൂടിയപ്പോൾ എന്തായി, ആകെ ടെൻഷനായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കഥകളിലും ഇമേജി ആയിട്ടും സ്മൈലി ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെവിയിൽ നിന്ന് പുക പോകുന്ന ഒരു സ്മൈലിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു, എങ്ങനെ ചെവീൻ്റെ മുകളിലേക്ക് പുക പോകും. അതായത് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് കേട്ടോ അത്. നല്ല രീതിക്ക് നമ്മൾ ശരിക്കും ടെൻഷനായി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ നിന്നും തലയിൽ നിന്നൊക്കെ പുക പോകുന്നത് നമ്മൾ ശരിക്കും അറിയും കേട്ടോ. അത് ഞാനേ ശരിക്കും ഒരു ദിവസം അങ്ങ് അറിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മുടി അങ്ങ് പോയി ഒരു ദിവസം. അത് കണ്ടപ്പോൾ ഷോക്കായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വീട്ടിൽ പണിയെടുക്കാൻ വയ്യ, പിള്ളേരെ നോക്കാൻ വയ്യ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വയ്യ, വീഡിയോ ചെയ്യാൻ വയ്യ. ടെൻഷനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയായി പോയിട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, കുറച്ച് എണ്ണയൊക്കെ വാങ്ങി. അപ്പോൾ എൻ്റെ ആ ഒരു സ്റ്റോറി ഞാൻ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി എൻ്റെ വീഡിയോ കാണാം, ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് എന്നുള്ളത്, ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, എൻ്റെത് കുറഞ്ഞു കേട്ടോ. അത് ഞാൻ പറയാമല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, എൻ്റെ ഹെയർ ഫാളിന് കുറവുണ്ട്. പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.